സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നൊരു കേക്ക് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. റെഡ് വെൽവെറ്റ് കേക്കാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഞങ്ങളെ അറിയിക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. താങ്ക് യു. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. മൈദ, ഓയിൽ, വിനെഗർ, സ്പ്രിങ്കിൾസ്, ബേക്കിംഗ് പൗഡർ, കോക്കോ പൗഡർ, ബട്ടർ മിൽക്ക്, ഷുഗർ, ബട്ടർ, റെഡ് ഫുഡ് കളർ, വാനില എസൻസ്, ക്രീം ചീസ്, സോൾട്ട്, എഗ്ഗ്. പിന്നെ ഈ പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഈ കപ്പിന് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കപ്പിന് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് ബട്ടർ മിൽക്കിൽ 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ഒരു 6 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 2 കപ്പ് കുറച്ചായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 പിഞ്ച് ഓഫ് സോൾട്ട് ചേർക്കും. അപ്പോൾ കേക്ക് ഞാൻ 2 പീസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രോസ്റ്റിങ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങളെ അറിയിക്കുക. താങ്ക് യു.